ഏവർക്കും പ്രഭാത വന്ദനങ്ങൾ. ഇന്ന് രാവിലെയും നമുക്ക് ഒരുമിച്ച് വീണ്ടും എബ്രായ ലേഖനം ഒരു പഠനം എന്ന ടോപ്പിക്കിലേക്ക് പ്രവേശിക്കുവാൻ ലഭിച്ച ഈ അവസരം വളരെ പ്രാർത്ഥനയോടെ നമുക്ക് തുടർന്നുള്ള ചിന്തകൾ കേൾക്കാം. ക്രിസ്തുവിന്റെ പുരോഹിത ശുശ്രൂഷ സംബന്ധിച്ചാണ് മുഖ്യമായി നാം പഠിക്കുന്നെങ്കിലും എന്തുകൊണ്ട് എബ്രായ ലേഖനം ഇന്നും പ്രാധാന്യമായിരിക്കുന്നു എന്നുള്ള വിഷയം ഈ ദിവസങ്ങളിലെ ചിന്തകളിൽ അല്പം പ്രതിപാദിക്കാതെ പോയാൽ ഇതിന്റെ പഠനം പൂർണ്ണമാകുകയില്ല. ക്രിസ്തുവിന്റെ നിത്യ പൗരോഹിത്യം, ക്രൈസ്റ്റ് ഈസ് അവർ ഹൈ പ്രീസ്റ്റ് എന്നുള്ള വിഷയം നാം പഠിക്കുമ്പോൾ എബ്രായ ലേഖനകർത്താവ് ഈ ലേഖനത്തിലൂടെ എന്തിനു വേണ്ടി പ്രാധാന്യം നൽകി എന്നുള്ള വിഷയം നാം മനസ്സിലാക്കേണ്ടതാണ്. അവിടെയാണ് ഈ എഴുത്തിന്റെ മാഹാത്മ്യം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നിങ്ങൾക്ക് എന്തെല്ലാം ഉണ്ട് എന്നുള്ളൊരു ചോദ്യമാണ് 13 അധ്യായങ്ങളിൽ യഹൂദ വിശ്വാസികളോട് ആദ്യ നൂറ്റാണ്ടിലെ യഹൂദന്മാർ ചോദിച്ച ചോദ്യം. 1-ാം നൂറ്റാണ്ടിലെ യഹൂദന്മാർ അവരുടെ ആരാധനയും ആചാരങ്ങളും മതത്തിന്റെ സകല മഹത്വവും ദൈവാലയത്തിന്റെ ശ്രേഷ്ഠതകളും അവർക്കുള്ള പ്രമാണത്തിന്റെ പ്രൗഢമായ വിശേഷണങ്ങളും എല്ലാം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പരിഹാസത്തോടെ ചോദിക്കുന്നത് ഇത്ര മാത്രമേ ഉള്ളൂ: ക്രിസ്ത്യാനികളായി നിങ്ങൾക്ക് എന്തുണ്ട്? എന്താണ് നിങ്ങളുടെ വിശേഷത? മറ്റുള്ളവരിൽ നിന്ന് നിങ്ങളെ വ്യത്യസ്തരാക്കുന്നത് എന്താണ്? ഞങ്ങൾക്കിതെല്ലാം ഉണ്ട്. ഞങ്ങൾക്കുള്ളത് വെച്ച് നിങ്ങൾ പറയുന്നതുമായി താരതമ്യം ചെയ്യുമ്പോൾ നിങ്ങളുടേത് കേവലം നിസ്സാരമാണ് എന്നുള്ള ഈ ഒരു ചോദ്യത്തിന് മറുപടിയാണ് നമുക്ക് ഈ പുസ്തകത്തിൽ ഉടനീളം കാണുവാൻ കഴിയുന്നത്. നിങ്ങൾക്ക് കേവലം ഒരു മാളിക മുറി, ഒരു മേശ, ആ മേശമേൽ അല്പം അപ്പവും മീഞ്ഞും, ഇതല്ലാതെ നിങ്ങൾ മറ്റെന്തുണ്ട്? ഇതിനുവേണ്ടിയാണോ നിങ്ങൾ ഇത്രയധികം ഈ മതത്തിന്റെ ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും കർമാദികളെയും പൗരോഹിത്യത്തെയും നിങ്ങൾ വിട്ടുകളഞ്ഞത്? യഥാർത്ഥത്തിൽ ആ ചോദ്യം നിങ്ങൾക്ക് എന്തുണ്ടെന്നുള്ള ചോദ്യം അതിന് ഉത്തരം പറയുവാൻ വേണ്ട രീതിയിൽ പലർക്കും കഴിയില്ല. എന്നാൽ അതിന്റെ മറുപടിയാണ് അപ്പോസ്തലൻ ഈ ലേഖനത്തിലൂടെ ക്രിസ്തുവിന്റെ പൗരോഹിത്യത്തിന്റെ, ക്രിസ്തു നമ്മുടെ മഹാപുരോഹിതൻ, അതിന്റെ ശ്രേഷ്ഠത വെളിപ്പെടുത്തുന്നത്. പ്രിയമുള്ളവരെ, നമുക്കും പല ചോദ്യങ്ങൾക്ക് ഉത്തരം പറയുവാൻ കഴിയുന്നവരല്ല. അല്ലെങ്കിൽ സ്വർഗീയമായതിനെ കുറിച്ചോ നിത്യമായതിനെ കുറിച്ചോ വരുവാനുള്ളതിനെ കുറിച്ചോ നമുക്ക് നിലനിൽക്കുന്ന അവകാശങ്ങളെ കുറിച്ചോ വിലയേറിയ വാഗ്ദത്തങ്ങളെ കുറിച്ചൊക്കെ ചോദിച്ചാൽ നമുക്ക് ചൂണ്ടിക്കാണിക്കുവാനോ അടയാളപ്പെടുത്തുവാനോ എന്തെങ്കിലും കാര്യങ്ങൾ ഈ ഭൂമിയിൽ അതിനുള്ള വലിയ തെളിവുകളൊന്നും നമുക്ക് വെളിപ്പെടുത്തി കാണിക്കുവാനില്ല. നമ്മുടെ ആത്മീയ അനുഭവത്തിന്റെ മഹത്വം എന്ന് പറയുന്നത് അതൊരിക്കലും ഈ ഭൂമിയിലെ ദ്രവത്വം കൊണ്ട് നശിച്ചു പോകുന്നതല്ല, ജീർണിച്ചു പോകുന്നതല്ല, പഴകിപ്പോകുന്നതല്ല, മങ്ങിപ്പോകുന്നതല്ല. അതുകൊണ്ടായിരിക്കും അപ്പോസ്തലൻ പൗലോസ് പറയുന്നത്, കാഴ്ചയാലല്ല ഞാൻ വിശ്വാസത്തിലാണ് നടക്കുന്നത്. ഈ കാണുന്ന കണ്ടുകൊണ്ട് നമുക്ക് വീക്ഷിക്കാവുന്ന കാര്യാദികളല്ല നമ്മുടെ സ്പിരിച്വാലിറ്റി അല്ലെങ്കിൽ നമ്മുടെ ആത്മീയത എന്ന് പറയുന്നത്. അത് കാണാത്തതും നിത്യവുമാണ്. അതൊരിക്കലും ഭൗമികവും ഭൗതികവുമല്ല, അത് നിത്യമായതും വെളിപ്പെടാനുള്ളതുമാണ്. അങ്ങനെയാണെങ്കിൽ ഈ ലേഖനത്തിന്റെ പഠനം നമുക്ക് വളരെ പ്രസക്തമാണ്. സഭയുടെ ആദിമ നൂറ്റാണ്ടിൽ എന്ന പോലെ ഇന്നും എബ്രായ ലേഖനത്തിന്റെ സന്ദേശം കാലാനുസൃതമാണ്. അതുകൊണ്ടാണ് ഈ പുസ്തകം പഠിക്കണം, പഠിപ്പിക്കണം. നാം ഒരുമിച്ച് ചില ദിവസങ്ങൾ എടുത്തു തന്നെ ക്രിസ്തുവിന്റെ മാഹാത്മ്യം, ക്രിസ്തുവിന്റെ മഹത്വം, ഇന്നും ക്രിസ്തു ചെയ്യുന്ന ശുശ്രൂഷയുടെ ഔന്നിത്യം എന്താണെന്ന് പലപ്പോഴും നാം തിരിച്ചറിയുന്നില്ല, പലപ്പോഴും നാം അത് വേണ്ട രീതിയിൽ മനസ്സിലാക്കുന്നില്ല. അതുകൊണ്ടാണ് ക്രിസ്തു ഒരു മഹാപുരോഹിതനായി ഇന്ന് സ്വർഗത്തിൽ നമുക്ക് വേണ്ടി തന്റെ പൗരോഹിത്യ ശുശ്രൂഷ തുടരുകയാണ്. അതാണ് ഈ ലേഖനത്തിന്റെ പ്രസക്തി. ക്രിസ്തുവിൽ നമുക്കുള്ള നിത്യമായ പദവികളെയും അനുഗ്രഹങ്ങളെയും കുറിച്ച് ഈ പുസ്തകം നമ്മെ നിരന്തരം ഓർമ്മപ്പെടുത്തുന്നു. എതിർപ്പുകളും ബുദ്ധിമുട്ടുകളും ഉണ്ട് എന്നുള്ളത് വാസ്തവമാണെങ്കിലും സഹിഷ്ണുതയ്ക്കായുള്ള ഒരു ഉത്തേജനം നമുക്ക് ഏവർക്കും ആവശ്യമാണ്. അതുപോലെ തന്നെ കർത്താവ് നല്ലവൻ എന്ന് ആസ്വദിച്ചിട്ട് ആചാരനിബിഡമായ കർമാദികളുടെ കീഴ്വഴക്കങ്ങളുടെ പാരമ്പര്യത്തിന്റെ പഴമയിലേക്ക് അല്ലെങ്കിൽ പഴയ മതത്തിലേക്ക് തിരിച്ചു പോകാൻ ആരെങ്കിലും താല്പര്യപ്പെടുന്നെങ്കിൽ, മനസ്സുകൊണ്ടെങ്കിലും ഒരു പിന്മാറ്റം ഇന്ന് നമുക്ക് ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ, അങ്ങനെയുള്ള സകല വിശ്വാസികളെയും ആത്മാവിൽ കണ്ടുകൊണ്ടാണ്, അല്ലെങ്കിൽ അതിനെതിരെ ഉള്ള ഒരു മുന്നറിയിപ്പാണ്, ഭയത്തോടെ നമ്മുടെ പ്രവാസകാലം കഴിക്കുവാനുള്ള ഒരു ആഹ്വാനമാണ്. നാം നന്ദിയുള്ളവരായി ദൈവത്തിന് മഹത്വം നൽകുന്നവരായി ക്രിസ്തു നൽകിയ മാതൃക പിൻപറ്റുവാൻ നൽകുന്ന ഒരു വലിയ പ്രബോധനമാണ് ഈ ലേഖനത്തിലുള്ളത്. ആടുകളുടെ വലിയ ഇടയൻ എന്ന കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞാണ് ഈ ലേഖനം അവസാനിപ്പിക്കുന്നത്. ആടുകളുടെ വലിയ ഇടയൻ, ആ ഇടയൻ ഇനി വീണ്ടും പ്രത്യക്ഷനാകും. അത് മരിക്കുവാനോ ക്രൂശിൽ യാഗമായി തീരുവാനോ അല്ലെങ്കിൽ ഇനിയും വന്ന് പാപികളെ രക്ഷിക്കാൻ വേണ്ടിയുള്ള ഒരു പ്രായശ്ചിത്തത്തിനുമല്ല ആ ഇടയൻ കടന്നു വരുന്നത്. യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായത്തിൽ നല്ല ഇടയൻ എന്ന് കാണുന്നു. നല്ല ഇടയനായ ക്രിസ്തു, ആ ഇടയൻ ആടുകൾക്ക് വേണ്ടി മരിച്ചു. യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായത്തിന്റെ പ്രത്യേകത, നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി ജീവൻ നൽകുന്ന തന്റെ മരണത്തെ കുറിച്ച് പ്രസ്താവിക്കുന്നു. പഴയ നിയമത്തിൽ യാഗങ്ങളിൽ ഇടയന് വേണ്ടി ആടുകൾ കൊല്ലപ്പെടുമ്പോൾ പുതിയ നിയമത്തിൽ ആടുകൾക്ക് വേണ്ടി നല്ല ഇടയൻ യാഗമായിത്തീരും. എന്നാൽ എബ്രായ ലേഖനം നമ്മെ പ്രബോധിപ്പിക്കുന്നത് ആടുകളുടെ വലിയ ഇടയൻ. ഇപ്പോൾ ആ ഇടയൻ നമ്മെ പരിപാലിക്കുന്നു, പരിപോഷിക്കുന്നു, നമ്മെ വഴി നടത്തും. ബൈബിൾ വീണ്ടും പറയുന്നു, ഇടയശ്രേഷ്ഠൻ പ്രത്യക്ഷനാകും. 1 പത്രോസ് ലേഖനം 5-ാം അധ്യായത്തിലാണ് ഇടയശ്രേഷ്ഠൻ പ്രത്യക്ഷമാകുന്നു എന്ന് പറയുമ്പോൾ വിശ്വസ്തയോടെ കർത്താവിനെ സേവിച്ച നമുക്ക് വേണ്ടിയുള്ള പ്രതിഫലം, കിരീടങ്ങൾ, തേജസ്, വിശ്വസ്തയോടെ കർത്താവിനെ സേവിച്ചതിനുള്ള ഓഹരി നമുക്ക് ലഭിക്കുവാൻ വേണ്ടി വീണ്ടും പ്രത്യക്ഷനാകുന്ന ഒരു ഇടയൻ. യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായത്തിൽ നല്ല ഇടയൻ. എബ്രായ ലേഖനം 13-ാം അധ്യായത്തിൽ ആടുകളെ
വലിയ ഇടയൻ. എങ്ങനെയാണ് ആടുകളുടെ വലിയ ഇടയനായത്? ഈ യേശു കഷ്ടാനുഭവത്തിലൂടെ, ക്രൂശുമരണത്തിലൂടെ, മരണം, അടക്കം, പുനരുത്ഥാനം, സ്വർഗാരോഹണം, ഇപ്പോൾ ചെയ്യുന്ന മഹാപൗരോഹിത്യ ശുശ്രൂഷ അല്ലെങ്കിൽ മധ്യസ്ഥത, പക്ഷപാതം, പിന്നെ കർത്താവ് തന്നെ സഭയ്ക്ക് വേണ്ടി, വിശുദ്ധന്മാർക്ക് വേണ്ടി പിതാവിന്റെ വലത്തുഭാഗത്ത് ഇരുന്നുകൊണ്ട് ഈ ഭൂമിയിലെ പുരോഹിതന്മാരോ ഓരോ സമയത്തേക്ക് നിയോഗിക്കപ്പെട്ട മഹാപുരോഹിതന്മാർ അവർ നിന്നുകൊണ്ടാണ് ശുശ്രൂഷ. സമാന കൂടാരത്തിൽ എല്ലാ ഉപകരണങ്ങളും ഉണ്ടെങ്കിലും ശുശ്രൂഷമാർക്ക് ഇരിക്കുവാനുള്ള കസേരകളില്ല. പ്രാകാരത്തിലും വിശുദ്ധ സ്ഥലത്തും അതിവിശുദ്ധ സ്ഥലത്തും പലവിധ ഉപകരണങ്ങളെ നമുക്ക് കാണുവാൻ കഴിയും. എന്നാൽ ഇരിക്കുവാനുള്ള ഇരിപ്പിടം മാത്രമേ. ശലോമോന്റെ ദേവാലയത്തിൽ നിന്നുകൊണ്ടാണ് ശുശ്രൂഷ. എന്നാൽ ഒരു മഹാപുരോഹിതൻ മാത്രം. ഇപ്പോൾ എബ്രായലേഖനം പറയുന്നു, ആകാശത്തിൽ കൂടി കടന്നുപോയ ഒരു മഹാപുരോഹിതൻ. ഒന്ന് കർത്താവിന്റെ ശുശ്രൂഷ അത് ഭൂമിയിലായിരുന്നു. ഭൂമിയിൽ താൻ വന്നപ്പോൾ മറുവിലയായി യാഗമായി തീരുവാൻ വന്നു. ജീവൻ നൽകുവാൻ, പ്രാണൻ നൽകുവാൻ, രക്തം നൽകുവാൻ. ലോകത്തിന് പ്രാകാരമാകുന്ന കാൽവരി ക്രൂശ് എന്ന യാഗപീഠത്തിൽ ആ കുഞ്ഞാട് യാഗമായി തീർന്നു. അതിനുശേഷം ദൈവത്തിന്റെ വചനം പറയുന്നു, ഉയർത്തെഴുന്നേറ്റ ക്രിസ്തു തിരശ്ശീലകളെ മാറ്റുന്നത് പോലെ ഒരു മഹാപുരോഹിതൻ വിശുദ്ധ സ്ഥലത്തെ തിരശ്ശീല മാറ്റി അതിവിശുദ്ധ സ്ഥലത്തേക്ക് പ്രവേശിക്കുന്ന പോലെ ആകാശത്തിന് തിരശ്ശീലകളെ മാറ്റി സ്വർഗസ്ഥലങ്ങളിലേക്ക് എത്തി. ഈ ഭൂമിയാകുന്ന അന്തരീക്ഷ മണ്ഡലം വിട്ട്, ആകാശമണ്ഡലങ്ങൾ വിട്ട്, അല്ലെങ്കിൽ നക്ഷത്ര മണ്ഡലങ്ങളെ വിട്ട് ഇപ്പോൾ സ്വർഗാദി സ്വർഗത്തിലേക്ക് കർത്താവ് പ്രവേശിച്ചു. അവിടെ പിതാവിന്റെ വലത്തുഭാഗത്തെ കർത്താവ് ഇരിക്കുക. പ്രിയമുള്ളവരെ, ഇത് വലിയൊരു ആത്മീക ചിന്തയാണ്. ഈ പ്രഭാതത്തിൽ വെളിപ്പാട് സ്വീകരിക്കുവാൻ നിങ്ങൾ തയ്യാറാണ്. ഭൂമിയിലെ ശുശ്രൂഷ ആകാശത്തിൽ കൂടി കടന്നുപോയി ഇപ്പോൾ സ്വർഗസ്ഥലങ്ങൾ കർത്താവ് ആയിരിക്കും. എന്താണ് ഇതിന്റെ പ്രത്യേകത? കർത്താവിന്റെ ശുശ്രൂഷ തുടരുകയാണ്. ഇനിയും ആകാശത്തിലേക്ക് പോയ, സ്വർഗത്തിലേക്ക് പോയ ഈ കർത്താവ് വീണ്ടും പ്രത്യക്ഷനാകും. ഇബ്രായലേഖനത്തിലെ ശക്തമായൊരു ദൂതാണ് കർത്താവിന്റെ മടങ്ങി വരവ്. അതുകൊണ്ട് ഇന്നത്തെ ചിന്ത ഞാൻ ഇവിടെ അവസാനിപ്പിക്കുമ്പോൾ കർത്താവ് തന്റെ ശുശ്രൂഷ തുടരുന്നു. നല്ലിടയൻ, ആടുകളുടെ വലിയ ഇടയൻ. ആടുകളുടെ വലിയ ഇടയനായി തീർന്നത് കഷ്ടാനുഭവങ്ങളിൽ കൂടെയും, ക്രൂശമരണത്തിലൂടെയും, അടക്കത്തിലൂടെയും, ഉയർത്തെഴുന്നേൽപ്പിലൂടെയും, പുനരുത്ഥാനത്തിൽ കൂടെ താൻ സ്വർഗാരോഹണം ചെയ്തു. ഇപ്പോൾ താൻ തന്റെ ശുശ്രൂഷ നിർവഹിക്കുന്നു. പക്ഷപാതം, എനിക്ക് വേണ്ടി, നിങ്ങൾക്ക് വേണ്ടിയുള്ള ഇന്റർസെഷൻ, അത് കർത്താവ് തുടരുകയാണ്. താൻ സ്വന്തം രക്തത്താൽ സമ്പാദിച്ച തന്റെ സഭയെ ഇപ്പോഴും പരിപാലിക്കുകയാണ്, സൂക്ഷിക്കുകയാണ്, അതിനുവേണ്ടി മധ്യസ്ഥ അടക്കുകയാണ്. ഇനിയും ഇടയശേഷം വരും. ഇടയശേഷം വരുന്നത് പ്രതിഫലമായിട്ടാണ്. അതിനെ നമുക്ക് കാത്തിരിക്കാം. അത് തേജസ്സിന് വാടാത്ത കിരീടമായി, നീതിയുടെ കിരീടമായി, പൊൻകിരീടങ്ങളായി, വാടാത്ത കിരീടങ്ങളായി ഈ ഭൂമിയിൽ നാം ചെയ്ത ശുശ്രൂഷകൾക്ക്, സേവനങ്ങൾക്ക്, പ്രയത്നങ്ങൾക്ക് വിശ്വസ്തയോടെ കർത്താവിനെ സ്നേഹിച്ചതിന് നിശ്ചയമായും പ്രതിഫലങ്ങൾ നമുക്ക് ഉണ്ട്. ഇടയശേഷം പ്രത്യക്ഷനാകും. ഈ ചിന്ത നമുക്ക് ഏവർക്കും അനുഗ്രഹമായി തീരട്ടെ. ഗോഡ് ബ്ലസ് യു.